ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 ദിവസമായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു മഴ കിട്ടി. കാറ്റും മഴയൊക്കെ കൂടിയായിട്ട് രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ ആ ചൂടിന്ന് നല്ലൊരു ശാന്തിയായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. കണ്ടോ, നല്ലപോലെ തന്നെ ഗ്രൗണ്ടിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്ട്രോങ് മഴ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇപ്പൊ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വരം കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർലി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും നല്ലപോലെ തന്നെ സ്വരത്തിന് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ നല്ല വോയിസ് റെസ്റ്റ് എനിക്ക് എടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. മഴ മുഴുവനും പെയ്ത് തീർന്നിട്ടില്ല, ഇനിയും പെയ്യാനുണ്ട്. നമുക്ക് ആകാശത്തേക്ക് നോക്കിയ കാർമേഘങ്ങളൊക്കെ കാണാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാനും അടിച്ചെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ അടിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് കടന്നിരിക്കണമെന്ന്. പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ചാലും അതിനേക്കൂടെയൊക്കെ റെഡിമെയ്ഡ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ സ്റ്റിച്ചുകളൊക്കെ വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റില്ല റെഡിമെയ്ഡ് ഡ്രസ്സുകള്. ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ അടിച്ചിട്ട് കേട്ടോ ഇടാറ്. അപ്പൊ അഞ്ജുവിന്റെ ടീഷർട്ടും എന്റെ ടീഷർട്ടും ചേട്ടനും വാങ്ങിച്ചതൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അടിക്കാണ്. പിന്നെ ഇത് എനിക്കും ചേട്ടനും സെയിം പോലത്തെ വാങ്ങിയതാട്ടോ. അപ്പൊ അങ്ങനെ അടിക്കൽ ജോലികളൊക്കെ കഴിഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ഇട്ടത്. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ സൺഡേ കേട്ടോ. അപ്പൊ സൺഡേയിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലപോലെ തന്നെ വീർത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ അത് ചെറിയൊരു ടിഫിനിലേക്ക് ആക്കി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിന് മാവ് തിരികോളം. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ ആ മാവ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിനായിട്ട് മാവൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി മാവ് എടുത്തത് അപ്പം ഉണ്ടാക്കുന്നു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് അപ്പം വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ലപോലെ തന്നെ ഫെർമെന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കിയപ്പോഴും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, നല്ല സൂപ്പർ അല്ലേ? നല്ല ഹോൾസ് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ തേങ്ങാവെള്ളം ഉപയോഗിച്ച് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ അപ്പായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല നാടൻ വെള്ളയപ്പത്തിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പം. പിന്നെ ഇന്നിപ്പോ അപ്പത്തിന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ചേട്ടനായാലും പറഞ്ഞു കറി ഉണ്ടാക്കണ്ട, പെട്ടെന്ന് തന്നെ ഇനി ലഞ്ച് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കോളാൻ. രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി വന്നിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അപ്പം ഉണ്ടാക്കി വെക്കാം. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിച്ചോളാന്നും പറഞ്ഞു ചേട്ടനെ സമ്മതിച്ചു. പിന്നെ എന്റെ ജോലി എളുപ്പമായി. അഞ്ചുനായാലും അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. ഇന്നും ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ മട്ടന്റെ ലിവർ വാങ്ങിച്ചതിരിപ്പുണ്ട്. അപ്പൊ അതെടുത്ത് കറി വെക്കാന്ന് വിചാരിക്കണേ. അപ്പൊ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ലിവറൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി വാരി എടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ലപോലെ കഴുകി വാരി എടുക്കണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പം ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ സമയം കൊണ്ട് തന്നെ ചേട്ടനുള്ള അപ്പം എടുത്ത് കൊടുക്കാണ്. അതിനുശേഷം ചേട്ടന്റെ കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്റെയും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കണം കേട്ടോ. അപ്പൊ പഞ്ചസാര കൂട്ടി കുറെ നാളെത്തി കഴിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കറിയൊന്നും ഇല്ലെങ്കിലും സോഫ്റ്റ് അപ്പ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ചെറിയ ക്ലീനിങ്ങിന് വന്നിരിക്കുകയാണ്. പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പുറത്തിറങ്ങി ഇപ്പോഴും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം ഇനി എനിക്ക് നമ്മള് കഴുകി വെച്ചിരിക്കുന്ന ലിവറിന്റെ പീസ് അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കണമെന്നുണ്ട്. കാരണം കുറച്ച് വലുപ്പത്തിലാണ് ആ മട്ടന്റെ ലിവർ ഇരിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ.
അപ്പോൾ അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടെ വാഷ് ചെയ്ത് കുക്കറിലേക്ക് അത് വാരിയിടണം കേട്ടോ. അപ്പൊ അതിനുശേഷം ആവശ്യത്തിന് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിന് ശേഷം പിന്നെ അടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത്തിരി നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. പിന്നെ ഞാൻ അതെല്ലാം കൂടി കൂട്ടി തിരുമ്മി ഇത്തിരി നേരം വെച്ചായിരുന്നു കേട്ടോ. കുറച്ചു നേരം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു സബോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കട്ട് ചെയ്തെടുത്ത് അതും കൂടെ കുക്കറിലിട്ട് നല്ലപോലെ മിക്സ് ആക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് ഞാൻ അടച്ച് അടുപ്പത്ത് വെക്കുന്നത്. കരളൊക്കെ നല്ലപോലെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കാച്ചാൻ പോവാണ്. കാച്ചാനായിട്ട് ഞാൻ ഒരു സബോള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി കറിവേപ്പിലയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കാച്ചണം. പിന്നെ ഇവിടെ ഞാൻ മോര് കാച്ചാനായിട്ടുള്ള ഐറ്റംസ് റെഡിയാക്കി വെക്കുന്നത്. നമുക്ക് മോര് കാച്ചണം. ഉച്ചക്കാലത്തേക്ക് മോര് കാച്ചാന്ന് വിചാരിച്ചങ്ങനെ ഗ്രേവി പോലെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ്റെ കരൾ കാച്ചിയെടുക്കാം. ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഇത് നല്ലപോലെ കുക്കായി ഒന്ന് നമുക്ക് നോക്കണ്ട. നല്ല പോലെ തന്നെ കുക്കായിരിപ്പുണ്ട്. പിന്നെ തോരൻ, ക്യാബേജ് തോരൻ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഉണ്ടാക്കി. കാരണം രാവിലെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ പള്ളിയിൽ പോയി കഴിയുമ്പോൾ എല്ലാം കൂടെ നടക്കില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിരിപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ ചെറുപയർ പരിപ്പ് പായസം ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അഞ്ചു പറഞ്ഞ് കുറേ നാളായാലും മമ്മി പായസം ഉണ്ടാക്കിയിട്ട് മമ്മി ഒരു പായസം ഉണ്ടാക്കുന്നു പറഞ്ഞു. അന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ബർത്ത്ഡേക്കും ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ ചേർത്ത്. പക്ഷെ തേങ്ങാപ്പാലിലല്ല കേട്ടോ, വാങ്ങിയ പാലിലാണ്. നമുക്ക് പാക്കറ്റ് പാല് കിട്ടുമല്ലോ, അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ നന്നായി വന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ വിചാരിച്ചെടുത്ത് ഞാൻ പുറത്ത് വെച്ചിരിക്കുന്നു. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാം. നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങൾ അടുത്തു. അപ്പോൾ ഇനി കിച്ചണൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെയുള്ള എക്സ്ട്രാ ബോട്ടിൽ കാര്യങ്ങളെല്ലാം അങ്ങനെ ഒന്ന് തുറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴേക്ക് പൊടിയൊക്കെ പിടിക്കും. അപ്പോൾ എല്ലാം പാക്കറ്റുകളിലൊക്കെ ഒന്ന് ആക്കി സെറ്റാക്കണം. ചിലതൊക്കെ ഇങ്ങനെ ടവലൊക്കെ ഇട്ട് മൂടിയിടും. അല്ലെങ്കിൽ വലിയ മുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മാറും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കവറുകളിലൊക്കെ ആക്കി വെട്ടിയെടുത്തിരിക്കണം. വരുമ്പോഴേക്ക് അധികം പൊടി പിടിക്കില്ല. ഇവിടെ ഭയങ്കര കാറ്റും പൊടിയും വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. രാവിലെ കണ്ടില്ലേ നല്ല മഴയ്ക്ക് കാര്യം. മഴ പെയ്തായിരുന്നു രാവിലെ, നല്ല മഴ കിട്ടി. പക്ഷേ ഇപ്പം അതൊക്കെ മാറി നല്ല വെയിലായി. ഇനി നാളെ ചിലപ്പോൾ ഭയങ്കര കാറ്റും മഴയായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പൊടിക്കാറ്റായിരിക്കും. അപ്പോൾ പൊടിയൊക്കെ നമ്മൾ ജനലിലേക്ക് അടച്ചിട്ടാലും ജനലിലേക്ക് അടിക്കോടെയൊക്കെ ഇഷ്ടംപോലെ പൊടിയൊക്കെ കിച്ചണിലേക്കൊക്കെ കയറും. ഇതാ കറണ്ട് പോയിട്ടോ. അങ്ങനെപ്പോൾ നിങ്ങൾ മിന്നണുണ്ടോ. ഇനി എപ്പോഴാണ് കറണ്ട് വരാമെന്നറിയില്ലേ, വന്നും പോയി ഇരിക്കണം. ഇവിടെ നമ്മുടെ ഉള്ളിക്കൂടെ നല്ലപോലെ മൂത്തു. ഇതിലേക്ക് ഞാൻ ഇനി ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടണില്ല. ശകലം നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി. പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലിരിക്കുന്ന മട്ടൻ്റെ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ഞാനൊന്ന് ഇത്തിരി സമയം തിളപ്പിച്ച് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറുതാക്കുന്നുണ്ട്. ഇത്രയും വെള്ളം നമുക്ക് വേണ്ട. അപ്പോൾ ഒത്തിരി ഒന്ന് കുറുതാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മളിതിനകത്തുണ്ടായിരുന്ന എക്സ്ട്രാ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഡ്രൈ ആക്കുന്നില്ല. ഇത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഓവർ ഡ്രൈ ആവും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കുഴമ്പൻ ഭാഗത്തിലിരിക്കുമ്പോൾ കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ പണി ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ മട്ടൻ്റെ ലിവർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാനിനി മോര് കാച്ചാൻ പോവാം. മോര് കാച്ചാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതിനിടയ്ക്കാണ് മോര് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം. മോര് കാച്ചാൻ വേണ്ടി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒരു ചെറിയ കഷ്ണം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇവിടെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി,
ഇരിക്കുന്ന പച്ചമുളക് സവോള ഇട്ട് കൊടുക്കാം. പുറത്തുനിന്ന് രാവിലെ മഴയൊക്കെ പെയ്തെങ്കിലും അകത്ത് നല്ല ചൂടാട്ടോ, അടുക്കളയിലൊക്കെ നല്ല ചൂടാണ്. നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്കൊന്ന് വേഗത്തിൽ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് മോര് കാച്ചുന്നതിലേക്ക് നമുക്ക് വേണ്ട ഇത്രയും മോരിലും വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 നേരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി എനിക്ക് രാത്രിക്കും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് വേറെ കുക്കിങ്ങിനൊന്നും നിൽക്കണ്ട. അങ്ങനെ ദിവസങ്ങളിലൊന്നും ഒട്ടും ടൈം കിട്ടുന്നില്ല. നമുക്കിനി കുറച്ചും കൂടിയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. ഷോപ്പിൽ പോകണം, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോകണം. എല്ലാം വാങ്ങിയൊന്നും കഴിഞ്ഞിട്ടില്ല ഷോപ്പിംഗ് ഒന്നും. പിന്നെ പാക്ക് ചെയ്യാൻ കിടക്കുന്നു. വീട്ടിലെ സാധനങ്ങൾ മാത്രമല്ല, കൊണ്ടുപോകാനുള്ളതും പാക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ. പിന്നെ മാക്സിമം നമുക്ക് ലഗേജൊക്കെ കുറച്ച് കൊണ്ടുപോകണം. ഫ്ലൈറ്റിന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിനാണ് പോകണം. അപ്പോൾ 7 കിലോ നമുക്ക് ഷോൾഡർ ബാഗിലും പിന്നെ 15 കിലോ നമുക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം എല്ലാം പാക്ക് ചെയ്യാനായിട്ട്. വെയിറ്റ് 1 കിലോ പോലും കൂടിക്കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ അവർ എത്രയാണ് പറയുന്നത് ഓരോ കെജിക്ക് നമുക്കറിയില്ല, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനായിരിക്കില്ല. അപ്പോൾ അതിലും ഭേദം നമ്മൾ കറക്റ്റ് കൊണ്ടുപോകാൻ പാകത്തിനുള്ളത് മാത്രം കൊണ്ടുപോയാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കി കണ്ട് വേണം പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും കൂടെ വഴന്നു കൊടുക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. വേഗത്തിൽ ജോലികൾ തീർക്കണം. ദിവസം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതോറും ടൈമും കുറഞ്ഞു വരണം. ഇവിടെ നമുക്കൊന്ന് ഉച്ചക്കലത്തേക്ക് ചോറൊന്നും എനിക്ക് വെക്കേണ്ട കാര്യമില്ല. ഇന്നലെ രാത്രി ചോറ് വെച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചോറായി. പിന്നെ അപ്പം ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഐറ്റം നമ്മുടെ മട്ടൻ്റെ ലിവർ ഇരിപ്പുണ്ട്. പിന്നെ മോര് കാച്ചിയത്, പിന്നെ ക്യാബേജ് തോരൻ, ഇതൊക്കെ മതി, ധാരാളം മതി. പിന്നെ പായസം ഇരിപ്പുണ്ട്, ധാരാളം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ, നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ മൂത്തു. ഞങ്ങൾക്കൂടെ ചെറിയ ഉള്ളി കിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് സവോളയൊക്കെ ഇട്ട് എന്തുണ്ടാക്കുന്നത്. ഞങ്ങൾക്കൂടെ ചെറിയ ഉള്ളി കിട്ടില്ല, അതുകൊണ്ടാണ് സവോള ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഞാൻ മോര് അടിച്ചെടുത്തേക്കൊണ്ട് ഒഴിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മോര് കാച്ചിലും കഴിഞ്ഞു. ചോറ് ചൂടാക്കി എടുക്കട്ടെ. നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഇവിടെ കിടന്ന് ചൂടാവട്ടെ. പിന്നെ ഞാൻ എന്താ ചോറപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയറിന്റെ ആ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറിന്റെ പാത്രത്തിലേക്ക്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇത് അതിനകത്തേക്ക് വെച്ചു കൊടുത്ത് പെട്ടെന്ന് ചൂടാക്കി എടുക്കാം. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മതി. നമ്മുടെ ക്യാബേജ് തോരനോട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിനി ഇവിടെയുള്ള പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കിയിട്ട് കുറേ ഉണ്ട് കഴുകാനായിട്ട്. നമ്മുടെ കുക്കിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറ്റിയിരിക്കുന്ന ഓരോ ഐറ്റംസുകളായിട്ടുണ്ട്. അപ്പോൾ എല്ലാം വേഗത്തിലൊന്ന് വാഷ് ചെയ്ത് വെക്കണം. കറണ്ട് പോയി. ചോറ് ചൂടായെന്നറിയില്ല. കറണ്ട് പോയിട്ട് വന്നതായിരുന്നു. വന്ന താപ്പിന് വെച്ച് കൊടുത്തത്, പക്ഷെ കറണ്ട് വീണ്ടും പോയി. അപ്പൊ അങ്ങനെ അതേ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഫുഡൊക്കെ റെഡിയായി. ലഞ്ച് റെഡിയായി. സൺഡേ ലഞ്ച് റെഡി. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുൻപ് ഇത് നമ്മുടെ അഞ്ജുവിന്റെ ബർത്ത്ഡേ സമയത്ത് സ്പ്രൈറ്റ് ഒക്കെ കുടിക്കാൻ വേണ്ടി വാങ്ങിയ ഗ്ലാസ് ആട്ടോ, പേപ്പർ ഗ്ലാസ്. നമുക്ക് ഇതിനകത്തേക്ക് പായസം അവിടെ കോരി വെച്ചാൽ ഭക്ഷണം കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് പായസം കൂടി അവിടെ കഴിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപയർ പരിപ്പിന്റെ പായസം ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ അഞ്ജുന് ഓപ്പോസിറ്റാണ്. അഞ്ജുന് വെളുത്ത പായസം മതി എന്ന് പറയും. കറുത്ത പായസത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്, കഴിക്കും. എന്നാലും കൂടുതൽ ഇഷ്ടം സേമിയ പായസം. സേമിയ പായസം, പാലട പായസം, അങ്ങനത്തെ വൈറ്റ് കളറിലാണ്. അഞ്ജുനും അതെ, ആൽവിനും അതെ, 2 പേർക്ക് അതിഷ്ടം. എനിക്കും ചേട്ടനും ഇഷ്ടം. ചേട്ടനും അതിഷ്ടം. രണ്ടും ഇഷ്ടം എന്ന് പറഞ്ഞാലും കൂടുതൽ ഇഷ്ടം തണുത്തതായിരിക്കണം. ഇപ്പൊ തണുത്തിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ ചൂടാക്കിയിട്ടില്ല. ഈ തണുത്ത ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടാണ് സ്വരമൊക്കെ ഇങ്ങനെ പോകുന്നത്. ചേട്ടന് ജലദോഷം പിടിച്ചേക്കാം. ഉച്ചയ്ക്ക് സ്പ്രൈറ്റ് കുടിച്ചു. അതാ പറ്റി. അപ്പൊ ആ സമയത്ത് കുടിക്കാൻ തോന്നും. നല്ല ചൂടായിരുന്നു. അന്നേരം ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. നല്ല
തണുത്ത ഐസ് ഇത് ഐസ് പോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേയിലെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. മോർണിംഗ് ടു ആഫ്റ്റർനൂൺ. ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് ഇന്ന് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴായാലും നല്ല പെരുമഴയായിരുന്നു. വീട്ടിൽ വന്ന് കുക്കിങ്ങിനൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് കടന്നപ്പോഴാണ് ഓർത്തത് എന്നാ ഒന്ന് വീഡിയോ എടുത്താലോ. അപ്പോഴാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അഞ്ജു ഇതായപ്പോ എത്തിയിട്ടുണ്ട്. ഇത്തിരി ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ അഞ്ജു പറഞ്ഞ അഞ്ജുവിന് എല്ലാം കൂടെ ഇനി ലഞ്ച് കഴിക്കുമ്പോൾ മതി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അഞ്ജു ഇല്ലാത്തതുകൊണ്ട് തന്നെയാട്ടോ ഞങ്ങള് പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ അപ്പത്തിലൂടെ പഞ്ചസാര വെച്ച് അങ്ങനെ ഒപ്പിക്കൽ നടത്തിയത്. അപ്പൊ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മട്ടന്റെ ലിവർ കറിയും പിന്നെ ഈ ഐറ്റംസ് ഒക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. കറണ്ട് പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചോറൊക്കെ നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രഷ് ചോറായി നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.